നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാഡത്തിന്റെ ആളുകൾ എന്നെ തിരിച്ചറിയും. ഈ ചോദ്യത്തിനർത്ഥം നിത്യ എന്നെ സഹായിക്കാൻ റെഡിയാണ് എന്നല്ലേ? ഗുഡ്. എടുത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാൻ വരാം. ഹലോ, താൻ എവിടെയാ? വീട്ടിലുണ്ട് മാഡം. നാളെയല്ലേ കുഞ്ഞിന്റെ വാക്സിനേഷൻ? ആ, ഇന്ദു ഇവിടെ പറയുന്ന കേട്ടു. നാളെ പോണോന്നും പറഞ്ഞിരിക്കുക അവള്. ആ, വല്ലവന്റെ കൊച്ചിനെ നമ്മൾ എന്തിനാ കൊണ്ടുപോകുന്നെന്നും പറഞ്ഞ് ആലോചിച്ചിരിക്കുക ഞാൻ. എന്നാ കൂടുതൽ ആലോചിക്കണ്ട, പോണം. നിർബന്ധമായും പോണം, മനസ്സിലായോ? ആ, മനസ്സിലായി മാഡം. രാവിലെ പോ. ഹലോ. ആ, നീ എവിടെ? ഞാൻ ഹോസ്പിറ്റലാ. ഞാൻ നിന്നെ വിളിച്ചതൊരു കാര്യം പറയാനാ. നാളെ ഇവിടുത്തെ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും, വാക്സിനേഷന്. അവിടെ നിന്ന് എന്റെ ആളുകൾ വന്ന് ആ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യും. അതിനു വേണ്ട സഹായങ്ങളൊക്കെ നീ ചെയ്തു കൊടുക്കണം. അർച്ചനയുടെ കയ്യിൽ നിന്നും കുഞ്ഞ് നഷ്ടപ്പെടണം. അതിനുവേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. മാഡം, ഒന്നും വിചാരിക്കരുത്. എനിക്കിത് പറ്റില്ല. അന്ന് പിന്നെ നിവൃത്തികേടുകൊണ്ടാ ചെയ്തത്. അപ്പോ എന്റെ ആദ്യത്തെ കോള് നിത്യ കാണാത്തതല്ല, മനഃപൂർവ്വം എടുക്കാത്തതാ അല്ലേ? ഞാൻ വാങ്ങിത്തന്ന പുതിയ വീടെങ്ങനെയുണ്ട്? നിത്യയുടെ മോൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്റെ കൂടെ നിന്നാൽ ഇതുപോലെ പലതും നിത്യക്ക് കിട്ടും. നിത്യ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. വളരെ റിസ്ക് കുറഞ്ഞ ജോലിയാ. എല്ലാം എന്റെ ആൾക്കാർ ചെയ്തോളും. നിത്യ ചെറുതായിട്ടൊന്ന് സഹായിച്ചാൽ മാത്രം മതി. നാളെ ഈ സമയമാവുമ്പോ നിത്യയുടെ ബാങ്ക് ബാലൻസ് നിത്യ പ്രതീക്ഷിക്കുന്നതിലും വളരെ വലിയ തുകയായിരിക്കും. ചെറിയ ജോലി, വലിയ ശമ്പളം, അതാ എന്റെ ഒരു രീതി. മാഡത്തിന്റെ ആളുകൾ എന്നെ തിരിച്ചറിയും. ഈ ചോദ്യത്തിനർത്ഥം നിത്യ എന്നെ സഹായിക്കാൻ റെഡിയാണ് എന്നല്ലേ? ഗുഡ്. നിത്യ അവര് വന്ന് കണ്ടോളൂ. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി മാഡം. ശരി. മീരെടുത്തി. അയ്യോ, നാളെ പറ്റില്ല എടുത്തി. രാവിലെ മോളെയും കൊണ്ടൊന്ന് വാക്സിൻ എടുക്കാൻ പോണം. എടുത്തി നാളെ പൊക്കോ. ഇനി പോകുമ്പോ ഞാനും കൂടെ വരാം. അവിടെ വന്ന് തൊഴണമെന്നുള്ളത് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. മോളുടെ കാര്യം ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാനും വന്നേനെ. ആ, ശരി എടുത്തേ. ചേച്ചി,
അതെ, എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. സന്ദീപ് പറഞ്ഞു കേട്ട് നാളെ എന്റെ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് വരാനൊന്നും നിക്കണ്ട. സന്ദീപിന് വാശിയാ. ആ വാശിയുടെ പുറത്താ അവൻ ഓരോന്നൊക്കെ പറയുന്നത്. അത് കേട്ട് ചാടി പുറപ്പെടാൻ നിൽക്കാതെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കോണം. അല്ല, ഇപ്പൊ ഏട്ടത്തിയോട് അമ്പലത്തിൽ പോകുന്ന കാര്യമൊക്കെ പറയുന്ന കേട്ടല്ലോ. അത് തന്നെ സന്ദീപിനോടും അങ്ങ് പറഞ്ഞാ മതി. അല്ല, സന്ദീപ് വരാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനിനി വരുന്നില്ല എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. എന്റെ കൊച്ചിനെ കൊണ്ടുപോവാനും വാക്സിൻ എടുപ്പിക്കാനും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ തന്നെ എല്ലായിടത്തും അതല്ലേ പതിവ്. വല്യമ്മമാരെ എഴുന്നള്ളിച്ചോണ്ട് പോകേണ്ട അവസ്ഥയൊന്നും എന്റെ കുഞ്ഞിനില്ല. അതിനെ ഇവിടെ അമ്മയായിട്ട് ഞാനുണ്ട്. അതിനി എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. ഈ കാര്യം ഞാൻ അവിടെ വെച്ച് പറഞ്ഞ ഞാനും സന്ദീപും പിന്നെ വഴക്ക് കൂടേണ്ടി വരും. അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്. പിന്നെ ഇനി നാളെ ആ സമയത്ത് ഒരുങ്ങിക്കെട്ടി ഇറങ്ങി എല്ലാവരും കേൾക്കി ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ച് എന്നെ മോശക്കാരി ആക്കരുത്. ഞാനിത് പറഞ്ഞില്ലെന്ന് വേണ്ട. ശിവേട്ട, വേഗം കഴിച്ചിട്ട് പോയി റെഡി ആവണേ. പെട്ടെന്ന് പോയില്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ തിരക്കാവും. ഞാൻ വരണോ? നീ എന്നെ പോയാ പോരെ? ഞാൻ ഒറ്റയ്ക്ക് കൊച്ചിനെയും കൊണ്ട് എങ്ങനെ പോയിട്ട് വരും? നിങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ? നിങ്ങൾക്ക് കൂടെ വന്നാലെന്താ? ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഈ മാറ്റം. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താന്ന് വെച്ചാ പറയും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ശിവേട്ടന് നമ്മുടെ മോളെ ഇഷ്ടമല്ലല്ലേ? പലപ്പോഴും ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ. ശിവേട്ടന്റെ മനോഭാവത്തിലും പെരുമാറ്റത്തിലും എനിക്ക് തോന്നിയതാ. മുൻപ് അങ്ങനെ അല്ലായിരുന്ന ആള് പെട്ടെന്ന് മാറുമ്പോ ആർക്കായാലും സംശയം തോന്നും. നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് എന്നെക്കാളും ആഗ്രഹം ശിവേട്ടനായിരുന്നില്ലേ? മുൻപ് പലപ്പോഴും നമുക്കൊരു പെൺകുഞ്ഞ് വേണമെന്ന് ശിവേട്ടൻ അത്രയ്ക്കും ആഗ്രഹത്തോടെ എന്നോട് പറഞ്ഞിട്ടുമില്ലേ? നന്ദികേടാ ശിവേട്ടനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോടും നമ്മുടെ മോളോടുമല്ല, ഈശ്വരനോട്. ഈശ്വരനടയിൽ നമ്മളെ രണ്ടുപേരും കണ്ണീരൊഴുക്കിയതിന്റെ ഫലമാ നമ്മുടെ മോള്. അതൊന്നും ഓർമ്മയിലില്ലാത്ത പോലെയാ ഇപ്പോഴത്തെ പെരുമാറ്റം. ശിവേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് അബോർഷനായപ്പോ എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ അതേ ആള് തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും എന്ന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.